നമസ്കാരം, എഡ്യൂഗ്രാസ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ കേരളത്തിന്റെ പ്രധാനപ്പെട്ട പ്രശസ്തമായ കുറച്ച് സാഹിത്യ പുരസ്കാരങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. എഴുത്തച്ഛൻ പുരസ്കാരത്തിലേക്ക് നമുക്ക് ആദ്യമായിട്ട് വരാം. എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കുന്നത് ആരാണ്? സംസ്ഥാന സർക്കാരാണ്. എത്ര ലക്ഷം രൂപയാണ്? 5 ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് കിട്ടുന്നത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്ക്, അല്ലേ? അപ്പോൾ 2020 തൊട്ടുള്ളത് നമ്മളിപ്പോൾ പഠിക്കണം. നിലവിൽ 2020 കിട്ടുന്നത് ആർക്കാണ്? 21 കിട്ടുന്നത് ആർക്കെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 2020 തൊട്ടുള്ളത് നമുക്ക് പഠിച്ചു തരാം. 2020 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടുന്നത് പോൾ സക്കറിയാണ്. തെറ്റിപ്പോവല്ലേ? 2020 എഴുത്തച്ഛൻ പുരസ്കാരം, നമ്മുടെ 28ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം 2020 കൊടുത്തത്. ആർക്കാ കിട്ടിയത്? പോൾ സക്കറിയ. 2021 29ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടുന്നത് പി വത്സലയാണ്. നെല്ലെന്ന് പറയുന്ന നോവലിന് 29ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം പി വത്സല 2021. 22 എഴുത്തച്ഛൻ പുരസ്കാരം 2022 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടുന്നത് സേതുവിനാണ്. പഠിച്ചു വെക്കണേ. 2022 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടുന്നത് സേതുവിനാണ്. 2023 31ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടുന്നത് എസ് കെ വസന്തനാണ്. പഠിച്ചു വെക്കുക. 31ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടുന്നത് എസ് കെ വസന്തനാണ് 2023. അപ്പോൾ 20 പോൾ സക്കറിയ, 21 പി വത്സല, 22 സേതു, 2023 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടുന്ന ആർക്കാണ്? എസ് കെ വസന്തനാണ്. ഇനി നമ്മൾ പോകുന്നത് വയലാർ അവാർഡിലേക്കാണ്. പഠിച്ചു വെക്കണേ. അപ്പോൾ വയലാർ അവാർഡ് എന്താണ്? വയലാർ രാമവർമ്മയുടെ ട്രസ്റ്റിന്റെ ഇതിലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്, അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൊടുത്തു തുടങ്ങിയത് 1977 സമ്മാനത്തുക എത്രയാണ്? 1 ലക്ഷം രൂപയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം എത്രയാണ്? 5 ലക്ഷം രൂപയാണെങ്കിൽ വയലാർ അവാർഡ് 1 ലക്ഷം രൂപയാണ്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. 2020 ആദ്യമായിട്ട് കിട്ടുന്നത് ആർക്കാണ് വയലാർ അവാർഡ്? ലളിതാംബിക അന്തർജനത്തിനാണ്, അല്ലേ? ലളിതാംബിക അന്തർജനത്തിനാണ്. അഗ്നിസാക്ഷികൾ എന്ന് പറയുന്ന കൃതിക്ക് 1977 ആർക്കാണ് കിട്ടുന്നത്? നമ്മുടെ ലളിതാംബിക അന്തർജനത്തിനാണ് വയലാർ അവാർഡ് ആദ്യമായിട്ട് കിട്ടുന്നത്, അല്ലേ? അപ്പോൾ 2020 തൊട്ടുള്ള കണക്ക് നമുക്ക് എടുക്കാം. 2020 കിട്ടുന്നത് ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്ന് പറയുന്ന കൃതിക്ക് ആർക്കാണ്? നമ്മുടെ ഏഴാച്ചേരി രാമചന്ദ്രനാണ്. പഠിച്ചു വെക്കണം. ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്ന് പറയുന്ന കൃതിക്ക് ആർക്കാണ്? ഏഴാച്ചേരി രാമചന്ദ്രനാണ് 2020 എഴുത്തച്ഛൻ പുരസ്കാരം വയലാർ അവാർഡ്. 2023 വയലാർ അവാർഡ് കിട്ടുന്നത് ബെന്യാമിനാണ്. പഠിച്ചു വെക്കണേ. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ബെന്യാമിന്റെ വയലാർ അവാർഡ് കിട്ടിയ കൃതി ഏതാണെന്ന്? ഏതാ? 2021 ഏതാണ്? മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. 2022 വയലാർ അവാർഡ് കിട്ടുന്നത് ഹരീഷിനാണ്. മീശ എന്ന് പറയുന്ന നോവലിന് ഹരീഷിനാണ് 2022 വയലാർ അവാർഡ് കിട്ടുന്നത്. 2023 കറണ്ടാണ്. 2023 വയലാർ അവാർഡ് കിട്ടുന്നത് ശ്രീകുമാരൻ തമ്പിക്കാണ്. ജീവിതം ഒരു പെൻഡുല. പഠിച്ചു വെക്കണം. ജീവിതം ഒരു പെൻഡുല, ഇതായിരിക്കും ഇനി ചോദിക്കുന്നത്. അപ്പോൾ 2023 വയലാർ അവാർഡ് കിട്ടുന്നത് ശ്രീകുമാരൻ തമ്പിക്കാണ്. എന്താണ്? ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്ന കൃതിക്ക്. അപ്പോൾ വയലാർ അവാർഡ് പഠിച്ച് എഴുത്തച്ഛൻ പുരസ്കാരം 2020 തൊട്ട് 23 വരെ പറഞ്ഞു. 2020 തൊട്ട് 23 വരെയുള്ള വയലാർ അവാർഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഓടക്കുഴൽ പുരസ്കാരമാണ്. പരീക്ഷയ്ക്ക് കണ്ടിട്ടുള്ള ഓടക്കുഴൽ പുരസ്കാരം കൊടുത്തു തുടങ്ങി എന്നാണ്? 1969 ആദ്യമായിട്ട് കിട്ടുന്ന വെണ്ണിക്കുളം, അല്ലേ? 1969 ആദ്യമായിട്ട് ഓടക്കുഴൽ പുരസ്കാരം കിട്ടുന്നത് ആർക്കാണ്? വെണ്ണിക്കുളം ഗോപാലകൃഷ്ണൻ. പഠിച്ചു വെക്കണേ. അപ്പം ആദ്യമായിട്ട് വെണ്ണിക്കുളത്തിനാണ് എന്ത് കിട്ടുന്നത്? ഈ പറഞ്ഞ ഓടക്കുഴൽ അവാർഡ് ആദ്യമായിട്ട് കിട്ടുന്നത്. പഠിച്ചു വെക്കണേ. അപ്പോൾ ആദ്യമായിട്ട് വെണ്ണിക്കുളത്തിനാണ് 1969 സമ്മാനത്തുക എത്രയാണ്? 30,000 രൂപയാണ്. ഓടക്കുഴൽ പുരസ്കാര സമ്മാനത്തുക എത്രയാണ്? 30,000 രൂപയാണ്. 2020 കിട്ടുന്നത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറാ ജോസഫിനാണ്. അപ്പോൾ ഓടക്കുഴൽ പുരസ്കാരം 2020 കിട്ടുന്നത് സാറാ ജോസഫിന്. ഏത് നോവലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കൃതിയാണ്? ബുധിനി എന്ന് പറയുന്ന കൃതിക്ക് 2020 സാറാ ജോസഫിനാണ് എന്ത് കിട്ടുന്നത്? അവാർഡ് കിട്ടുന്നത്. 2021 സാറാ ജോസഫിന് കിട്ടുന്നത്. 2022 കിട്ടുന്നത് അംബികാസൂതൻ മങ്ങാടിനാണ്. 2022 ഓടക്കുഴൽ പുരസ്കാരം കിട്ടുന്ന ആർക്കാണ്? അംബികാസൂതൻ മങ്ങാടിനാണ്. പഠിച്ചു വെക്കണേ. പ്രാണവായു എന്ന് പറയുന്ന കൃതിക്കാണ് അംബികാസൂതൻ മങ്ങാടിന് ഓടക്കുഴൽ പുരസ്കാരം 2021 കിട്ടുന്നത്. പഠിച്ചു വെക്കാം. 51ാമത്തെ പുരസ്കാരമായിരുന്നു സാറാ ജോസഫിന് കിട്ടിയിരുന്നത്. അപ്പോൾ 2022 ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയത് അംബികാസൂതൻ മങ്ങാട്. 2023 ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയത് ഗോപി കൃഷ്ണനാണ്. പഠിച്ചു വെക്കണേ. കറണ്ടാണ്. 2023 ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയത് ഗോപി കൃഷ്ണനാണ്. ഏതാണ്? മാംസഭോജിനി എന്ന് പറയുന്ന കവിത. മാംസഭോജിനി എന്ന് പറയുന്ന കൃതിക്കാണ് എന്ത് കിട്ടുന്നത്? 2023 ഓടക്കുഴൽ പുരസ്കാരം നമ്മുടെ ഗോപി കൃഷ്ണന് കിട്ടുന്നത്. പഠിച്ചു വെക്കണേ. ഇനി നമ്മൾ പഠിക്കുന്നത് ഹരിവരാസന പുരസ്കാരമാണ്. ഹരിവരാസന പുരസ്കാരം.
അപ്പോൾ ഹരിവരാസന പുരസ്കാരം ആദ്യമായിട്ട് കിട്ടുന്നത് KJ യേശുദാസിനാണ്. 2012 ആദ്യമായിട്ട് ഹരിവരാസന പുരസ്കാരം കിട്ടുന്നത് KJ യേശുദാസിനാണ്. പഠിച്ചു വെക്കണേ. അപ്പോൾ 2022 എന്താണ് ഈ പറഞ്ഞ ഹരിവരാസന പുരസ്കാരം 20 തൊട്ട് നമുക്ക് പറഞ്ഞു വരാം. 2020 ഹരിവരാസന പുരസ്കാരം കിട്ടുന്നത് ഇളയരാജയ്ക്കാണ്. 2020 ഹരിവരാസന പുരസ്കാരം കിട്ടുന്നത് ഇളയരാജയ്ക്കാണ്. 2021 കിട്ടുന്നത് വീരമണി മുത്തുവാണ്. 2021 ഹരിവരാസന പുരസ്കാരം വീരമണി മുത്തുവാണ്. 2022 ഹരിവരാസന പുരസ്കാരം ആർക്കാണ്? പഠിച്ചു വെക്കണേ. ആർക്കാ? ആലപ്പി രംഗനാഥിനാണ്. 2022 ഹരിവരാസന പുരസ്കാരം ആർക്കാണ്? ആലപ്പി രംഗനാഥാണ്. 2023 ഹരിവരാസന പുരസ്കാരം കിട്ടുന്നത് ശ്രീകുമാരൻ തമ്പിക്കാണ്. പഠിച്ചു വെക്കണേ. അപ്പൊ 2023 വയലാർ അവാർഡ് കിട്ടിയതും ശ്രീകുമാരൻ തമ്പിക്കാണ്. 2023 ഹരിവരാസന പുരസ്കാരം കിട്ടിയതും ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. 2024 അവാർഡും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏതാണ്? ഹരിവരാസന പുരസ്കാരം ആർക്കാണ്? വീരമണി ദാസനാണ്. പഠിച്ചു വെക്കണം. വീരമണി ദാസൻ. അപ്പോൾ 2020 ഇളയരാജ, 2021 വീരമണി മുത്തു, 2022 ആലപ്പി രംഗനാഥ്, 2023 ഹരിവരാസന പുരസ്കാരം ശ്രീകുമാരൻ തമ്പി, 2024 വീരമണി ദാസൻ. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. പിന്നീട് നമുക്ക് പറയാനുള്ളത് JCB പുരസ്കാരമാണ്. പ്രശസ്തമായ ഒരു പുരസ്കാരമാണ് JCB പുരസ്കാരം. 25 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. പഠിച്ചു വെക്കണേ. JCB പുരസ്കാര സമ്മാനത്തുക എത്രയാണ്? 25 ലക്ഷം രൂപയാണ്. ആദ്യമായിട്ട് കിട്ടുന്നത് ബെന്യാമിനല്ലേ. JCB പുരസ്കാരം കിട്ടുന്ന ആദ്യ വ്യക്തി ആരാണ്? ബെന്യാമിന. 2021 JCB പുരസ്കാരം കിട്ടുന്നത് ആർക്കാണ്? M മുകുന്ദനാണ്. പഠിച്ചു വെക്കണം. ഡൽഹി ഗാഥകൾ എന്ന് പറയുന്ന കൃതിക്ക് M മുകുന്ദനാണ് 2021 JCB പുരസ്കാരം കിട്ടുന്നത്. 2022 JCB പുരസ്കാരം 5ാമത്തെ പുരസ്കാരം കിട്ടുന്നത് ആർക്കാ? ഖാലിദ് ജാവേദിനാണ്. 2022 JCB പുരസ്കാരം കിട്ടുന്നത് ഖാലിദ് ജാവേദിനാണ്. അതുപോലെ അദ്ദേഹത്തെ പാരഡൈസ് ഓഫ് ഫുഡ് എന്ന് പറയുന്ന കൃതിക്കാണ്. 2023 പെരുമാൾ മുരുകനാണ്. പഠിച്ചു വെക്കണേ. 2023 JCB പുരസ്കാരം കിട്ടുന്നത് പെരുമാൾ മുരുകനാണ്. പഠിച്ചു വെക്കുക. പെരുമാൾ മുരുകനാണ്. അപ്പോൾ 2021 JCB പുരസ്കാരം M മുകുന്ദൻ, 2022 ഖാലിദ് ജാവേദ്, അതുപോലെ 2023 പെരുമാൾ മുരുകനാണ് JCB പുരസ്കാരം. സാഹിത്യ പുരസ്കാരങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അവസാനമായിട്ട് നമ്മൾ പോകുന്നത് ജ്ഞാനപീഠ പുരസ്കാരത്തിലേക്കാണ്. നമുക്കറിയാം ജ്ഞാനപീഠ പുരസ്കാരം 1965 കൊടുത്തു തുടങ്ങിയത് അല്ലേ. 11 ലക്ഷം രൂപയാണ്. ആദ്യമായിട്ട് കിട്ടിയത് G ശങ്കരക്കുറുപ്പിനല്ലേ. ഓടക്കുഴൽ എന്ന് പറയുന്ന കൃതിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന വനിതയാരാ? ആശാ പൂർണാദേവി അല്ലേ. ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടുന്ന വനിത ആശാ പൂർണാദേവി അല്ലേ. അപ്പോൾ മലയാളിയായ വനിത അല്ലേ. അത് പഠിച്ചു വെക്കുക. അപ്പോൾ ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടുന്ന വ്യക്തി G ശങ്കരക്കുറുപ്പാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. 2019 ജ്ഞാനപീഠ പുരസ്കാരം നമ്മുടെ മലയാളിക്ക് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2020 കൂടെ പഠിക്കുക. 2020 നീൽമണി ഫുക്കനാണ്. മലയാളിയല്ല, ആസാമീസ് കവിയാണ്. പഠിച്ചു വെക്കുക. 2020 നീൽമണി ഫുക്കനാണ് ജ്ഞാനപീഠ പുരസ്കാരം. 2021 ദാമോദർ മൗസോ ആണ്. ആ കൊങ്കിണി സാഹിത്യകാരനാണ്. ആര്? ദാമോദർ മൗസോ. 2021 ദാമോദർ മൗസോ, 2020 നീൽമണി ഫുക്കൻ, 2021 ദാമോദർ മൗസോ, 2023 2 പേർക്ക് ജ്ഞാനപീഠ പുരസ്കാരം. 2022 ഇല്ലായിരുന്നു. 2023 2 പേർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ഒന്ന് ഗുൽസാർ ആണ്. ഉറുദു ഭാഷയാണ്. ഉറുദു സാഹിത്യത്തിനാണ് ഗുൽസാറിന് കിട്ടിയത്. അതുപോലെ തന്നെ നമ്മുടെ സംസ്കൃത സാഹിത്യത്തിന് രാം ഭദ്രാചാര്യ എന്ന് പറയുന്ന വ്യക്തിക്കാണ് എന്ത് കിട്ടുന്നത്? ജ്ഞാനപീഠ പുരസ്കാരം. അപ്പോൾ 2023 2 പേർക്ക്, ഒന്ന് ഗുൽസാറിന്, ഒന്ന് രാം ഭദ്രാചാര്യ. ഇത്രയും പേർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ. അപ്പോൾ ഇത്രയും സാഹിത്യ പുരസ്കാരങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് എന്തായാലും ഒരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.